നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില മരണങ്ങൾ അങ്ങനെയാണ്, തികച്ചും ആകസ്മികം. KP യോഹന്നാനെ നമ്മൾ അറിയും. പിന്നീട് മാർ അത്തനാസിയോസ് യോഹാൻ മെത്രാപ്പോലിത്തയായി KP യോഹന്നാന്റെ വളർച്ച. എന്നും വിവാദങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. ഒടുവിൽ മരണവും മറ്റൊരു വിവാദത്തിൽ അവസാനിക്കുന്നു. മാർ അത്തനാസിയോസ് യോഹാൻ മെത്രാപ്പോലിത്ത അപകടത്തിൽ മരിച്ചതാണോ അതോ കൊല്ലപ്പെട്ടതാണോ? ഈ സംശയം സഭയ്ക്കുള്ളിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ശക്തമാണിപ്പോൾ. അമേരിക്കയിലെ ഡാലസിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു KP യോഹന്നാൻ. ചികിത്സയ്ക്കിടയിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്. ബിലീവേഴ്സ് ചർച്ചിന്റെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിനു സമീപത്തെ പൊതുനിരത്തിലൂടെ പ്രഭാത സവാരി നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ ആസ്ഥാന മന്ദിരത്തിനു ചുറ്റും ഏകദേശം 300 ഏക്കറോളം സ്ഥലമുണ്ട്. വളരെ മനോഹരമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച ഇടം. 30 ബിഷപ്പുമാരുള്ള ഒരു സഭയുടെ പരമാധ്യക്ഷനായി പ്രവർത്തിക്കുകയായിരുന്നു KP യോഹന്നാൻ. ഡാലസിലെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സഭയുടെ മന്ദിരങ്ങളും വിസ്തൃതമായ ക്യാമ്പസുകളുമൊക്കെ പരന്നു കിടക്കുന്നു. തിരുവല്ല ചുമത്രയിലെ സഭാ ആസ്ഥാനം അതിവിശാലമായ സ്ഥലത്ത് യൂറോപ്യൻ മാതൃകയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഡാലസിലെ ഭദ്രാസനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഈ അച്ചടക്കം ദൃശ്യമാണ്. പൂക്കൾ വിടരുന്ന വലിയ വൃക്ഷങ്ങൾ എവിടെയും കാണാം. ക്യാമ്പസിലെ പാതകളിൽ ചിലയിടത്ത് സൂക്ഷിച്ച് വാഹനമോടിക്കണമെന്ന സൈൻ ബോർഡുകൾ. വനസമാനമായി നിൽക്കുന്ന ക്യാമ്പസിലെ ചെറുജീവികൾ റോഡിലിറങ്ങിയാൽ അപകടം പറ്റാതിരിക്കാനാണ് ഇത്തരം സൈൻ ബോർഡുകൾ KP യോഹന്നാന്റെ നിർദ്ദേശമനുസരിച്ച് വെച്ചിരിക്കുന്നത്. നാട്ടിലുള്ളപ്പോൾ ബാറ്ററി കാറിലാണ് ക്യാമ്പസിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത്. പരമാവധി പ്രകൃതിക്കനുകൂലമായി ജീവിക്കുക എന്ന ആശയം മറ്റുള്ളവരിലേക്ക് പകർത്താനാണ് അദ്ദേഹം ഇത്തരം ശൈലികൾ പിന്തുടരുന്നത്. എന്നാൽ 300 ഏക്കർ വിസ്തൃതിയുള്ള ആസ്ഥാന മന്ദിരത്തിന് പുറത്തെ പൊതുനിരത്തിലൂടെ പ്രഭാത സവാരി നടത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു വാഹനം വന്നിടിക്കുന്നു. തികച്ചും ദുരൂഹമാണിത്. 74-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകം കടന്നുപോകുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പഴയകാല ആത്മീയ യാത്രയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളാണ്. എൻ്റെ കൊച്ചുനാളിൽ റേഡിയോയിലൂടെ കേട്ട അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങൾ. ഞാൻ KP യോഹന്നാൻ ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കും. 80കളിലെ പുലർകാലത്ത് റേഡിയോയിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം. ആത്മീയ യാത്രയിലൂടെ അന്ന് KP യോഹന്നാൻ വിശ്വാസികളുടെ നെഞ്ചകത്താണ് ജീവിച്ചിരുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വീടുകളിൽ രാവിലെ 6:30 മണിക്ക് റേഡിയോ തുറന്നിരിക്കും. ബൈക്കിന് മുന്നിൽ നിന്ന് അദ്ദേഹം ബൈബിൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ വല്ലാത്തൊരിമ്പമാണ്. അതുവരെ നാൽക്കവലകളിലും തെരുവുകളിലുമൊക്കെ സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടിരുന്ന ജനത്തിന് അത് കൗതുകമായി. വിഷയം ബൈബിളായതുകൊണ്ടും വിശ്വാസമായതുകൊണ്ടും ശ്രോതാക്കളായ വിശ്വാസികളുമായി അദ്ദേഹത്തിന് വല്ലാത്തൊരു ഹൃദയബന്ധം അക്കാലത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞു. ബൈബിളിനെ വലിയ വ്യാഖ്യാന രീതികളിലേക്ക് ഉയർത്താനല്ല അദ്ദേഹം ശ്രമിച്ചത്. നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ അനുസരിച്ചുള്ള ഉപദേശങ്ങളായിരുന്നു അദ്ദേഹം കൂടുതൽ നൽകിയത്. പിൽക്കാലത്ത് ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുടെ തുടക്കം ആത്മീയ യാത്രയിലൂടെയായിരുന്നു. ഒരു കാലത്ത് റേഡിയോ അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചു. പിന്നീട് ടെലിവിഷന്റെ വരവിൽ അദ്ദേഹത്തിന്റെ യാത്ര ടെലിവിഷനിലേക്കായി. ആത്മീയ യാത്ര ചാനലിലൂടെ അദ്ദേഹം തറക്കല്ലിട്ടത് തന്റെ സഭയുടെ അടിത്തറ തന്നെയാണ്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്വന്തം കൂട്ടായ്മയാണ് പിന്നീട് ബിലീവേഴ്സ് സഭയായി രൂപാന്തരപ്പെട്ടത്. ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പ്രഖ്യാപിച്ചു. വിശുദ്ധരിലും ദൈവമാതാവ് എന്ന സങ്കല്പത്തിലും വിശ്വാസമില്ലാത്ത സഭ. എന്നാൽ വിശ്വാസത്തിന്റെ അടയാളമായി കുരിശുണ്ട്. മാർത്തോമ സഭയുടെ ആചാരവിശ്വാസ രീതികളോട് ഏറെ സമാനതകളാണ് ബിലീവേഴ്സ് ചർച്ച് കൈക്കൊണ്ടത്. 17-ാം വയസ്സിൽ മിഷൻ കോൺഫറൻസിൽ ജോർജ് വെർവർ എന്ന സുവിശേഷകന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് അദ്ദേഹം പിൽക്കാലത്ത് തന്റെ ആത്മകഥയിൽ എഴുതി. ഉത്തരേന്ത്യൻ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെ ജോർജ് വെർവർക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്ര അതൊരു തുടക്കമായിരുന്നു. അപ്പർ കുട്ടനാട്ടിലെ ഒരു താറാവ് കച്ചവടക്കാരിൽ നിന്ന് ശതകോടികളുടെ അധിപനായ മെത്രാനിലേക്കുള്ള വളർച്ചയാണ് പിന്നീട് നമ്മൾ കേട്ടത്. ആരാണ് KP യോഹന്നാൻ എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ ശക്തമാണ്. ഒരുപിടി വിവാദങ്ങളിലൂടെ വളർന്ന KP യോഹന്നാൻ ഇന്ന് ശതകോടികളുടെ അധിപനായിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ വിദേശത്ത് നിന്ന് എത്തിച്ച പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരിക്കൽ ഇന്ത്യയോട് പറഞ്ഞു. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടികളാണ് പിടികൂടപ്പെട്ടത്.
KP യോഹന്നാൻ എന്ന പേര് വാർത്തകളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് വളർന്നു കയറിയ കാലഘട്ടം. ബിലീവേഴ്സ് ചർച്ച് രൂപീകരിച്ചപ്പോഴും ഇത്തരം വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ കത്തിയാളിയിരുന്നു. മറ്റ് സഭകളൊന്നും KP യോഹന്നാനെയും അദ്ദേഹത്തിന്റെ സഭയെയും അംഗീകരിച്ചിരുന്നില്ല. കേന്ദ്ര ആദായ നികുതി വകുപ്പ് ബിലീവേഴ്സ് ചർച്ചിന്റെ പല സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ നിന്നായി ഒരിക്കൽ പിടികൂടിയത് 14.5 കോടി രൂപ. അന്ന് ബിലീവേഴ്സ് ചർച്ചിന്റെ സഭാവക്താവും മെഡിക്കൽ കോളേജ് മാനേജരുമായ ഫാദർ സിജോ പന്തപ്പള്ളി റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത തന്റെ ഐഫോൺ തട്ടിപ്പറിക്കുകയും ബാത്റൂമിലെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് വലിയ വാർത്തയായി. ബിലീവേഴ്സ് ചർച്ചിന്റെ പല സ്ഥാപനങ്ങളിലേക്ക് 5 വർഷത്തിനിടയിൽ 6000 കോടി രൂപ വിദേശത്ത് നിന്നെത്തി എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വെളിപ്പെടുത്തൽ. ഇത്രയധികം പണം കേരളത്തിലേക്ക് ഒഴുകിയെത്താനുള്ള വഴികളെന്ത്? അതിനു പിന്നിലുള്ള പ്രവർത്തനങ്ങളെന്ത്? KP യോഹന്നാനെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഒരുപാട് കഥകളുമൊക്കെ പിറക്കുന്നത് അവിടെയാണ്. ചാരിറ്റി അത് അദ്ദേഹത്തിന് വെറുമൊരു തട്ടിപ്പ് മാത്രമായിരുന്നു. അമേരിക്കയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് കളക്ഷൻ സെന്ററുകളുണ്ട്. ഈ കളക്ഷൻ സെന്ററുകളിലൂടെ ഇന്ത്യയുടെ ദാരിദ്ര്യം വിറ്റഴിച്ച് അദ്ദേഹം കോടികൾ സമ്പാദിച്ചുവെന്നാണ് വിമർശകർ പറയുന്നത്. ആത്മീയ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. അനേക കെട്ടിട സമുച്ചയങ്ങൾ, റിയൽ എസ്റ്റേറ്റ് വ്യാപാരം. ആത്മീയ യാത്ര ഒരു കച്ചവടമാക്കി മാറ്റുകയായിരുന്നു KP യോഹന്നാൻ ചെയ്തത് എന്ന് വിമർശകർ ശക്തമായ ആക്ഷേപമുന്നയിച്ചത് ഇത്തരം പെരുമാറ്റ രീതികളിലാണ്. അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പൊന്നൂസിന്റെ മകനായി 1950 അദ്ദേഹം ജനിച്ചത്. പൊന്നൂസ് യോഹന്നാൻ എന്ന KP യോഹന്നാന്റെ ചെറുപ്പകാലം താറാവ് കച്ചവടവും താറാവ് കൃഷിയും പിന്നെ കുട്ടനാട്ടിലെ ജീവിതവുമായി ഇഴുകിച്ചേർന്നത്. ചാക്കോയുടെ കുടുംബത്തിന് അക്കാലത്ത് താറാവ് വളർത്തലായിരുന്നു പ്രധാന വരുമാന മാർഗം. പിതാവിനൊപ്പം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം താറാവ് കൃഷിയിലേർപ്പെട്ടു. പിന്നീട് സുവിശേഷ പ്രാസംഗികനായി അദ്ദേഹത്തിന്റെ സ്വയം മാറ്റം. W.A. ക്രിസൽ എന്ന അമേരിക്കക്കാരനൊപ്പം അദ്ദേഹം അമേരിക്കയിലെത്തി. അവിടെ വൈദിക പഠനത്തിൽ ഏർപ്പെട്ടു. അവിടെ നിന്നാണ് യോഹന്നാന്റെ ആത്മീയ യാത്രയുടെ തുടക്കം. അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടിയ ജർമ്മൻ സ്വദേശിനിയായ ഗസാലയെ 1974 അദ്ദേഹം ജീവിത പങ്കാളിയാക്കി. പിന്നീടും ഇരുവരും ഒരുമിച്ചായിരുന്നു സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അമേരിക്കയിലെ നീണ്ട ജീവിതത്തിന് ശേഷം 1983 അദ്ദേഹം തിരുവല്ലയിലെത്തി. മഞ്ഞാടിയിൽ ഗോസ്പൽ ഏഷ്യ എന്ന പേരിൽ ഒരു ആത്മീയ സ്ഥാപനം അദ്ദേഹം കെട്ടിയുയർത്തി. സഹോദരങ്ങളായ KP ചാക്കോ, KP മാത്യൂസ് എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം. 1974 ആരംഭിച്ച യോഹന്നാന്റെ ആത്മീയ യാത്രയുടെ സ്ഥാപനവൽകൃത രൂപമായിരുന്നു ബിലീവേഴ്സ് ചർച്ച്. അനുയായികളും ആസ്തിയും വർദ്ധിച്ചതോടെ 2003 ബിലീവേഴ്സ് ചർച്ച് ഒരു എപ്പിസ്കോപ്പൽ സഭയായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അതിന്റെ വേരുകൾ പടർന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് സമാന്തരമായി പ്രവർത്തിച്ച് അവർക്ക് മുന്നിൽ തന്റെ ശക്തി തെളിയിക്കുകയായിരുന്നു KP യോഹന്നാന്റെ വാശി. തുടർന്ന് സഭയുടെ അമരക്കാരനായി KP യോഹന്നാൻ എന്ന തന്റെ പേര് അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചു. കുട്ടനാട്ടുകാരനായ KP യോഹന്നാൻ അങ്ങനെ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത പ്രഥമൻ എന്നറിയപ്പെട്ടു തുടങ്ങി. സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്ന് വിമർശകർ പരിഹസിച്ചു. CSI സഭയുടെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് KJ സാമുവലാണ് KP യോഹന്നാനെ മെത്രാനായി അഭിഷേകം ചെയ്തത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. സാമുവലിനെ സഭ തന്നെ പുറത്താക്കുന്ന തലത്തിലെത്തി. കേരളത്തിലും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലുമൊക്കെ ശാഖകളുള്ള 30ഓളം ബിഷപ്പുമാരുള്ള 10ഓളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 35 ലക്ഷം വിശ്വാസികളുണ്ട് എന്നവർ സ്വയം അവകാശപ്പെടുന്ന ഒരു സഭയുടെ അധിപൻ. ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കം ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിലും KP യോഹന്നാൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. നിയമക്കുരുക്കിൽപ്പെട്ട് വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഉൾപ്പെടെ ഏകദേശം 7000 ഏക്കർ വസ്തുവകകളാണ് അവർക്ക് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തുവെന്ന് കാണിച്ച് ഗോസ്പൽ ഏഷ്യക്കെതിരെ അമേരിക്കയിലും നിരവധി കേസുകൾ ഉയർന്നു വന്ന കാലഘട്ടം. $37 ദശലക്ഷം നഷ്ടപരിഹാരം നൽകി അമേരിക്കയിലെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ഇതേ KP യോഹന്നാന് കഴിഞ്ഞു. 2012 കേരള സർക്കാർ KP യോഹന്നാനെതിരെ ചില അന്വേഷണങ്ങൾക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി അതൊക്കെ മാറ്റിവെക്കപ്പെട്ടു.
കെ.പി. യോഹന്നാന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് 2012 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കി. സമ്പത്ത് കൊണ്ടും അധികാര കേന്ദ്രങ്ങളിലുള്ള പിടിപാട് കൊണ്ടും എന്തിനേയും തച്ചുടയ്ക്കാനുള്ള കഴിവ് അത് കെ.പി. യോഹന്നാന് മാത്രം സ്വന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കെ.പി. യോഹന്നാനെതിരെയുള്ള വിവാദങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടില്ല. കെ.പി. യോഹന്നാൻ എന്ന മെത്രാപ്പോലിത്ത ദൂരെ നിന്ന് കാണുന്നവർക്ക് ഒരു വിസ്മയം മാത്രമായിരുന്നു. അദ്ദേഹം ആരായിരുന്നു എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മരണവേളയിലും ഉയർന്നു നിൽക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച തുക അദ്ദേഹം വകമാറ്റി ചെലവഴിച്ചോ? ഇത്രയേറെ ശതകോടികൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ദുരൂഹമായ എന്തൊക്കെ തലങ്ങളുണ്ട്? വിദേശ രാജ്യങ്ങളിൽ സുവിശേഷ പ്രസംഗം നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ വ്യാപകമായി പിരിവെടുത്ത കെ.പി. യോഹന്നാന്റെ ജീവിതം ഇന്നും ദുരൂഹമായി തന്നെ അവശേഷിക്കുന്നു. മരണം മനുഷ്യനെ വിശുദ്ധനാക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പലതിലും ഉത്തരമില്ല ഇന്നും കേരളത്തിന്. ദൈവവചനം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കേൾക്കാൻ റേഡിയോയിലൂടെ അവസരമൊരുക്കിയ അദ്ദേഹം പിന്നീട് ടെലിവിഷനിലും ഇത്തരം വിസ്മയങ്ങൾ സൃഷ്ടിച്ചു. കാലം മാറുന്നതിനനുസരിച്ച് സുവിശേഷ പ്രവർത്തനം ടെലിവിഷനിലേക്കും പിന്നീട് ചാനലുകളിലേക്കും ഓൺലൈനിലേക്കുമൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റ് സഭകൾക്ക് താല്പര്യമില്ലെങ്കിലും അദ്ദേഹം ആരെയും വെല്ലുവിളിച്ചില്ല. യാതൊരുവിധ കലഹത്തിനും അദ്ദേഹം നിന്നുകൊടുത്തില്ല. തനിക്കെതിരെ എത്രമാത്രം വിമർശനങ്ങൾ ഉയർന്നു കത്തിയപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. മറ്റു മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ അദ്ദേഹത്തിനെതിരെ നിർദ്ദയം വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും മറുപടിയുമായി അദ്ദേഹം രംഗത്തു വന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശൈലി. ഒരാക്ഷേപത്തിനും മറുവാക്ക് പറയാനോ വിമർശനം തിരികെ ഉന്നയിക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല. ഒരുപക്ഷെ കെ.പി. യോഹന്നാനെ വ്യത്യസ്തനാക്കിയത് ഇത്തരം പ്രവർത്തന ശൈലികൾ തന്നെയാവാം. അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകവും അതുതന്നെയാവാം. കേരളത്തിൽ സ്വന്തം വിശ്വാസി സമൂഹത്തിന് പള്ളികൾ ഉണ്ടാക്കുന്നതിനൊപ്പം സ്ഥാപനങ്ങളും അദ്ദേഹം കെട്ടിപ്പടുത്തു. അദ്ദേഹത്തിന് ഇതിനൊക്കെ നിർലോഭം വിദേശ സഹായം ലഭിച്ചുകൊണ്ടിരുന്നു. 110 ഭാഷകളിൽ 10 ലക്ഷത്തിലധികം ആളുകളിൽ സുവിശേഷം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ റേഡിയോയ്ക്ക് കഴിഞ്ഞുവെന്നാണ് സഭ അവകാശപ്പെടുന്നത്. ആത്മീയ കൂട്ടായ്മയ്ക്ക് സഭയുടെ മറ്റൊരു രൂപം നൽകാൻ അദ്ദേഹം ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക വഴിത്തിരിവ്. 200-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ചെന്നൈയിൽ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജ് അദ്ദേഹത്തെ ഡോക്ടർ ബിരുദം നൽകി ആദരിച്ചു. പണമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലും സമൂഹത്തിലുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതുവരെയുള്ള എല്ലാ വിവാദങ്ങൾക്കും വിരാമമിട്ട് പുതിയ ചിലതിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹം തന്റെ മരണത്തിലൂടെ പോലും. അദ്ദേഹത്തിൻ്റേത് ഒരു അപകട മരണമോ കൊലപാതകമോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. എന്നാൽ സഭാധികാരികൾ ഒരുവിധ പ്രതികരണവും നടത്തുന്നില്ല. കോടാനുകോടി ആസ്തിയുള്ള ഈ സഭയിൽ ഇനി പൊട്ടിത്തെറികൾ ഉണ്ടാകും. മുതലിനു വേണ്ടി ശണ്ട കൂടുകയും കടിപിടി കൂടുകയും ചെയ്യുന്ന കാഴ്ചകളാവും ഇനി നമുക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ കെ.പി. യോഹന്നാന്റെ മരണം അന്വേഷിക്കപ്പെടണമെന്നില്ല. എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ടെങ്കിലും മനുഷ്യന്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ കെ.പി. യോഹന്നാന്റെ മരണത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് അപകടമുണ്ടായ ഉടൻ തന്നെ ഹെലികോപ്റ്ററിൽ ഡാലസിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. 5 ദിവസത്തിന് മുൻപാണ് മെത്രാപ്പോലിത്ത അമേരിക്കയിലെത്തിയത്. മെത്രാപ്പോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കാൻ ഇന്ന് സഭാ സിനഡ് ചേരുന്നു. തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്താണ് സിനഡ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ചാകും സഭാ നേതൃത്വം ചടങ്ങുകൾ തീരുമാനിക്കുക. അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പിരിവെടുത്ത് കേരളത്തിലെ സാധുക്കളായ ജനങ്ങൾക്ക് വേണ്ടി അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ബിലീവേഴ്സ് ചർച്ച് അവകാശപ്പെടുന്നത്. പണം കൊണ്ട് നേടാൻ കഴിയാത്ത ഒരുപാടുണ്ട് ഈ ഭൂമിയിൽ എന്നൊരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം. കെ.പി. യോഹന്നാൻ പാവങ്ങളെ സഹായിച്ച ഒരു പ്രേക്ഷിതനായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഇനി കാലം തെളിയിക്കട്ടെ. ഭൂമിയിൽ ഉള്ളതിനു വേണ്ടി ഉയരങ്ങളിലുള്ളവ ത്യജിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത്തരം പല സംഭവങ്ങളും. കെ.പി. യോഹന്നാന്റെ പണവും പ്രശസ്തിയും ഒന്നും മരണവേളയിൽ അദ്ദേഹത്തെ സഹായിച്ചില്ല. ആരായിരുന്നു കെ.പി. യോഹന്നാൻ എന്ന ചോദ്യം നിലനിർത്തിക്കൊണ്ടുതന്നെ അദ്ദേഹം കടന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ കെ.പി. യോഹന്നാനെ തള്ളാനോ തള്ളിപ്പറയാനോ കെ.പി. യോഹന്നാനെ പുകഴ്ത്താനോ നമുക്കിപ്പോൾ ശ്രമിക്കേണ്ടതില്ല. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല, അതുപോലെ കള്ളനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.